ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 61. ഈശോ പത്രോസിൻ്റെ വീട്ടിൽ വച്ച് പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീടിൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് കൂന കൂട്ടിയിട്ടിരിക്കുന്ന കുറേ കുട്ടയും കയറുമുണ്ട്. ഈശോ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. തോട്ടം നിറയെ ആളുകളാണ്. കായൽ തീരത്ത് പിന്നെയും ജനമുണ്ട്. ചിലർ മണൽപ്പുറത്തിരിക്കുന്നു. മറ്റു ചിലർ കരയിൽ വലിച്ചിട്ടിരിക്കുന്ന വള്ളങ്ങളുടെ പുറത്ത് ഇരിക്കുന്നു. ഈശോ പ്രസംഗിച്ചു തുടങ്ങിയിട്ട് കുറേ നേരമായി എന്ന് തോന്നുന്നു. പ്രബോധനം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ കേൾക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഇപ്രകാരം ചിന്തിച്ചിരിക്കും, പക്ഷേ സത്യം ഇതല്ല. ദൈവം തൻ്റെ ജനത്തോട് കരുണ കാട്ടാതിരുന്നിട്ടില്ല. 100,000 പ്രാവശ്യം ദൈവജനം ദൈവത്തോട് വിശ്വസ്തത കാട്ടാതിരുന്നിട്ട് പോലും. നിങ്ങൾ ഈ ഉപമ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒരു രാജാവിന് തൻ്റെ ലായത്തിൽ നല്ല കുറേ കുതിരകളുണ്ടായിരുന്നു. അതിൽ ഒരു കുതിരയെ രാജാവിന് വലിയ കാര്യമായിരുന്നു. ആ കുതിരയെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ രാജാവ് അതിനെ കണ്ട് സന്തോഷിച്ചു. അത് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അതിനെ നല്ലൊരു സ്ഥാനത്ത് കെട്ടിയിട്ടു. പലപ്പോഴും രാജാവ് ഈ കുതിരയെ കാണാൻ പോകും. രാജാവിൻ്റെ കണ്ണും കരളും കുളിർപ്പിക്കുന്നതായിരുന്നു കുതിര. തൻ്റെ രാജ്യത്തെ ഒരത്ഭുതം പോലെ ആകർഷണീയമാകണം ഈ കുതിര എന്ന് രാജാവ് ആശിച്ചു. കുതിരയാകട്ടെ അനുസരണയില്ലാതെ ഓടിപ്പോയി രാജാവിന് പകരം വേറൊരു യജമാനനെ കണ്ടെത്തി. രാജാവിന് ദുഃഖവും കോപവും വന്നു. കുതിരയെ നല്ലപോലെ ശിക്ഷിച്ച ശേഷം അതിന് മാപ്പ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ദൂരെ നിന്ന് രാജാവ് കുതിരയെ കണ്ടു. അതിനെ പിടിച്ചുകൊണ്ടുവരാൻ ആളുകളെ അയച്ചു. അതിന് സമ്മാനം കൊടുത്തു. കുതിര തന്നെ പൂർണ്ണമായും മറക്കാതിരിക്കുന്നതിന് രാജാവ് ഇങ്ങനെ പലതും ചെയ്തു. വീട് വിട്ടു പോയതിൻ്റെ ക്ലേശം കുതിര അനുഭവിച്ചെങ്കിലും സ്നേഹിക്കാനും ക്ഷമിക്കാനും രാജാവ് കാണിച്ച സ്ഥായിയായ താൽപ്പര്യം കുതിര പ്രകടമാക്കിയില്ല. കുതിര ചിലപ്പോൾ മര്യാദയ്ക്ക് നടക്കും, ചിലപ്പോൾ അതിക്രമം കാട്ടും. അതിലെ നന്മ തിന്മയേക്കാൾ കൂടുതലായിരുന്നില്ല. നേരെ മറിച്ച് കാടത്തമായിരുന്നു കൂടുതൽ. എങ്കിലും രാജാവ് ക്ഷമാപൂർവം കുതിരയെ അനുനയിക്കുവാൻ ശ്രമിച്ചു. സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് അതിനെ തൻ്റെ പ്രിയപ്പെട്ട സഹചാരിയാക്കാൻ നോക്കി. കാലം കഴിയുന്തോറും കുതിരയ്ക്ക് മുഷടത്തം കൂടിക്കൂടി വന്നു. രാജാവിനെ ഓർത്ത് നിലവിളിക്കുകയും മറ്റ് യജമാനന്മാരുടെ ചാട്ടവാർ അടികൊണ്ട് പുളയുകയും ചെയ്തെങ്കിലും രാജാവിൻ്റെ ലായത്തിലേക്ക് മടങ്ങി വരാൻ അതിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അടികൊണ്ടിട്ടും ക്ഷീണിച്ച് അവശനായിട്ടും വേദന കൊണ്ട് കരഞ്ഞിട്ടും അത് സ്വയം പറഞ്ഞില്ല, ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണ്. എല്ലാത്തിനും രാജാവിനെ കുറ്റപ്പെടുത്തുകയാണ് ആ കുതിര ചെയ്തത്. എല്ലാ വിദ്യയും പ്രയോഗിച്ച് പരാജയപ്പെട്ട രാജാവ് അവസാനം ഒരു ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചു. ഇതുവരെ ഞാൻ ആളയച്ചതേ ഉള്ളൂ. ചങ്ങാതിമാരെയും ദാസന്മാരെയും അയച്ചു. ഇനി ഞാൻ എൻ്റെ മകനെ തന്നെ അയക്കാം. എൻ്റെ പ്രകൃതം തന്നെയാണ് എൻ്റെ മകനും. ഞാൻ കാണിച്ചതിൽ കൂടുതൽ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അവൻ കാണിക്കും. എൻ്റെ മകൻ എന്നെപ്പോലെ തന്നെ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കുറെ കൂടി ഭേദമാണ്, അതുകൊണ്ട് കൂടുതൽ കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞ് രാജാവ് മകനെ അയച്ചു. ഇതാണ് ഉപമ. രാജാവ് തൻ്റെ കുതിരയെ സ്നേഹിച്ചിരുന്നുവോ? നിങ്ങൾ തന്നെ പറയൂ. ജനക്കൂട്ടം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അനന്തമായ സ്നേഹത്തോടുകൂടി രാജാവ് അതിനെ സ്നേഹിച്ചു. രാജാവിനെ ഉപേക്ഷിച്ച് പോന്നതിൽ പിന്നെ തനിക്കുണ്ടായ കഷ്ടപ്പാടുകൾക്ക് കുതിര രാജാവിനെ പഴിക്കുന്നത് ശരിയാണോ? ശരിയല്ല, ജനം പറഞ്ഞു. ഈ ചോദ്യത്തിനു കൂടി മറുപടി പറയൂ. കുതിരയെ രക്ഷിച്ച് സുഖമാക്കി ആനന്ദത്തിൻ്റെ നാട്ടിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന രാജകുമാരനെ ആ കുതിര എങ്ങനെ സ്വീകരിച്ചിരിക്കും? ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൃതജ്ഞതയോടും സ്വീകരിച്ചിരിക്കും, സംശയമില്ല. രാജകുമാരൻ കുതിരയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക, ഞാൻ വന്നത് ഇക്കാര്യത്തിനാണ്. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്യും. പക്ഷേ ഒരു കാര്യം, നീ ഇനി മര്യാദയ്ക്ക് പെരുമാറണം, വിശ്വസ്തത കാട്ടണം.
അപ്പോൾ കുതിര എന്ത് മറുപടി പറയും? അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നാട് കടത്തപ്പെട്ടാൽ വന്നുപെടുന്ന പാടുകൾ അതിന് നല്ലപോലെ മനസ്സിലായ സ്ഥിതിക്ക് രാജകുമാരൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയും. ആ കുതിര ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അതിനോട് ചോദിച്ചതിൽ കൂടുതൽ നൽകുക, ലഭിച്ച നന്മയ്ക്കും പണ്ടത്തെ തെറ്റുകൾ ക്ഷമിച്ചതിനും നന്ദി കാട്ടുക, കൂടുതൽ സ്നേഹവും അനുസരണയും കാണിക്കുക. ആ കുതിര ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലോ? പിന്നെ അതിന് അർഹതപ്പെട്ടത് മരണമാണ്. കാട്ടുമൃഗത്തേക്കാൾ കഷ്ടമാണ് ഈ കുതിര. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിധി തീർപ്പ് ന്യായയുക്തമാണ്. ഇനി ആ കുതിര എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവോ അത് നിങ്ങൾ സ്വയം ചെയ്യണം. നിങ്ങൾ സ്വർഗീയ രാജാവിൻ്റെ പ്രിയപ്പെട്ട ജനമാണ്, ദൈവജനമാണ്. എൻ്റെയും നിങ്ങളുടെയും പിതാവാണ് ദൈവം. അതുകൊണ്ട് ആ കുതിര ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ സ്വയം ചെയ്യൂ. പ്രവാചകന്മാർക്ക് ശേഷം ദൈവം തൻ്റെ മകനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെ ദൈവത്തിന് മാത്രം സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ സ്നേഹിക്കുന്നതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. രക്ഷാകര പ്രവൃത്തി എന്ന അത്ഭുതം പ്രവർത്തിക്കാൻ എന്നിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്ഷണം നിരസിക്കാതിരിക്കൂ. മൃഗങ്ങളെക്കാൾ നികൃഷ്ടമായി പെരുമാറുന്ന മനുഷ്യർക്ക് ആ കഷ്ടം. നിയമം മോശയ്ക്ക് കൊടുത്തിട്ട് ഏറെക്കാലമായി. ലോകത്തിൻ്റെ പൊടിപടലങ്ങൾ ആ നിയമസംഹിതയിന്മേൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമത്തിനെതിരായി പ്രവർത്തിച്ചത് ക്ഷന്തവ്യമാണ്. ഈ നിമിഷം വരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാവുന്നതാണെങ്കിൽ കൂടി ഇനി അങ്ങോട്ട് അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുവിൻ. ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. ജനങ്ങൾക്കിടയിൽ സ്വരം താഴ്ത്തിയുള്ള സംസാരം, പതിഞ്ഞുള്ള സംസാരം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പാവപ്പെട്ടവർ മുമ്പോട്ട് വരട്ടെ. ദൈവം തനിക്ക് മാപ്പ് തരുന്നതിന് ഒരാൾ നിങ്ങൾക്കായി നല്ലൊരു തുക എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാർദ്ധക്യം കൊണ്ട് അവശരായ 3 ആളുകൾ മുമ്പോട്ട് വന്നു. അവരിൽ 2 പേർ കുരുടന്മാരാണ്. മൂന്നാമത്തവൻ ഒരു മുടന്തനും. അവരുടെ പിന്നാലെ ഒരു വിധവയും പട്ടിണി കിടന്ന് ശോഷിച്ച് അവശരായ 7 കുട്ടികളും മുമ്പോട്ട് വന്നു. ഈശോ ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കി. വിധവയെയും പ്രത്യേകിച്ച് കുട്ടികളെയും നോക്കി ഈശോ പുഞ്ചിരിച്ചു. അവിടുന്ന് ജോണിനോട് പറഞ്ഞു, അവരെ ആ അടുക്കളത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. എനിക്ക് അവരോട് അല്പം സംസാരിക്കാനുണ്ട്. വേറൊരു വൃദ്ധൻ വന്നപ്പോൾ ഈശോ ജ്വലിക്കുന്ന കണ്ണുകളോടെ അയാളെ രൂക്ഷമായി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഈശോ പത്രോസിനെ വിളിച്ച് കുറച്ചു മുമ്പ് ഏൽപ്പിച്ചിരുന്ന സഞ്ചിയും ചെറിയ നാണയങ്ങളടങ്ങിയ മറ്റൊരു സഞ്ചിയും ആവശ്യപ്പെട്ടു. ഈ ചെറിയ നാണയങ്ങൾ സന്മനസ്സുള്ളവർ നൽകിയ സംഭാവനയാണ്. കിണറ്റിനടുത്തുള്ള ബെഞ്ചിൽ നാണയങ്ങൾ കുടഞ്ഞിട്ടു. അവ എണ്ണി വീതിച്ചു. 6 ഭാഗമായിട്ടാണ് വീതിച്ചത്. 1 ഒരു വലിയ പങ്ക്. അതിലെല്ലാം വെള്ളി നാണയങ്ങളാണ്. വേറെ 5 പങ്ക് കൂടിയുണ്ട്. അവ ചെറുതാണ്. ഓട്ടുനാണയങ്ങളാണ് അധികം. ചുരുക്കം വലിയ നാണയങ്ങളുമുണ്ട്. ഈശോ പാവപ്പെട്ടവരെയും രോഗികളെയും അടുത്ത് വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? കുരുടന്മാർ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. മുടന്തൻ പറഞ്ഞു, അങ്ങയെ അയച്ചവൻ അങ്ങയെ കാത്തു സൂക്ഷിക്കട്ടെ, അത്രമാത്രം. ഈശോ അയാളുടെ ആരോഗ്യമുള്ള കയ്യിൽ ഒരു കിഴി വച്ചു കൊടുത്തു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ ധർമ്മത്തേക്കാൾ ആവശ്യം അങ്ങ് എന്നെ സുഖപ്പെടുത്തുകയാണ്, അയാൾ പറഞ്ഞു. സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു പാവമാണ്, വലിയവൻ ചവിട്ടി മെതിക്കുന്ന ഒരു കൃമി. ഇങ്ങനെ ഒരു പിച്ചക്കാരൻ്റെ മേൽ അങ്ങ് കരുണ കാണിക്കുമെന്ന് വിചാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ പാവങ്ങളുടെ മേലും ഞാൻ കരുണ കാണിക്കുന്നു. ഞാൻ കാരുണ്യമാണ്. ഞാൻ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. വിശ്വാസവും സ്നേഹവും ഉണ്ടായിരിക്കണം, അത്രമാത്രം. അപ്പോൾ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്.
കർത്താവെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ രക്ഷിക്കണേ, അങ്ങയുടെ ദാസനെ സുഖപ്പെടുത്തണേ. അയാളുടെ വളഞ്ഞ നട്ടെല്ലിന്മേൽ കൈകൊണ്ട് തലോടി മെല്ലെ കൈ ഓടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ആ മനുഷ്യൻ നേരെ നിന്നു. അയാൾക്ക് സുഖമായി, ഉണർവുണ്ടായി. അയാൾ നിർത്താതെ ഈശോയെ സ്തുതിച്ചു. കുരുടന്മാർക്ക് കൊടുക്കാനുള്ള വീതം കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കും മുമ്പ് അല്പനേരം ഈശോ കാത്തു നിൽക്കുന്നു. പിന്നെ അവരെ പോകാൻ അനുവദിക്കുന്നു. വയസ്സായവരെ വിളിച്ച് ധർമ്മം കൊടുക്കുന്നു. ആദ്യം ഒരാൾക്ക് ധർമ്മം കൊടുത്തു. അത് അയാളുടെ ബെൽറ്റിലെ സഞ്ചിയിലാക്കാൻ സഹായിച്ചു. രണ്ടാമത്തെ ആളുടെ കഥന സഹതാപപൂർവ്വം കേൾക്കുന്നു. തൻ്റെ മകളുടെ വ്യാധിയെപ്പറ്റി അയാൾ ഈശോയോട് പറയുന്നു. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുകയാണ്. അവൾ മരിച്ചാൽ പിന്നെ എൻ്റെ ഗതി എന്താണ്? അങ്ങ് വന്ന് അവളെ കണ്ടിരുന്നെങ്കിൽ. അവൾക്ക് അങ്ങയുടെ അടുത്തെത്താൻ നിവൃത്തിയില്ല. വരാൻ ഏറെ മോഹമുണ്ട്, പക്ഷേ പറ്റുകില്ല. ഗുരു, കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ കാട്ടണമേ. വല്യപ്പൻ എവിടെയാണ് താമസിക്കുന്നത്? കൊറാസിമിൽ. യോനായുടെ മകൻ ഐസക്ക് എവിടെ എന്ന് ചോദിച്ചാൽ മതി. അഡൽട്ട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അങ്ങ് വരുമോ? ഞങ്ങൾ പാവങ്ങളാണ്, നിസ്സഹായരാണ് എന്ന കാര്യം തടസ്സമാകരുതേ. അങ്ങ് എൻ്റെ മകളെ സുഖപ്പെടുത്തുമോ? അവളെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് വല്യപ്പൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇക്കാര്യം സംസാരിച്ചത്. വീട്ടിൽ പോയിക്കോളൂ. നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ മകൾ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാകും. പക്ഷേ അവൾ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. കഴിഞ്ഞ 3 വർഷമായി അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ലവനായ ഗുരു, നന്ദി. അങ്ങും അങ്ങയെ അയച്ചവനും വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിനും അവിടുത്തെ മിശിഹായ്ക്കും സ്തുതി. വയസ്സൻ നടന്നു പോകുന്നു. അയാളുടെ കാലുകൾക്ക് ആകാവുന്നത്ര വേഗത്തിലാണ് പോക്ക്. തോട്ടത്തിന് പുറത്തിറങ്ങുന്നതിനും തൊട്ടു മുമ്പ് തിരിഞ്ഞു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, അങ്ങ് എൻ്റെ പാവപ്പെട്ട വീട്ടിലേക്ക് വരില്ലേ? മകൾ സുഖം പ്രാപിച്ചെങ്കിൽ കൂടി ഐസക് അങ്ങയെ കാത്തിരിക്കും. അങ്ങയുടെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി ചുംബിക്കുന്നതിനും സ്നേഹത്തിൻ്റെ അപ്പം നൽകുന്നതിനും അവൾ കാത്തിരിക്കും. ഈശോയെ, വരൂ. അങ്ങയെപ്പറ്റി ഞാൻ നഗരവാസികളോട് സംസാരിക്കും. ഞാൻ വരും. സമാധാനമായി പോയിക്കോളൂ. സന്തോഷമായിരിക്കൂ. 3-ാമത്തെ വൃദ്ധൻ മുമ്പോട്ട് വരുന്നു. 3 പേരിൽ ഏറ്റവും ദരിദ്രൻ ഇയാളാണ് എന്ന് തോന്നി. പക്ഷേ ഈശോയുടെ മുമ്പിൽ നാണയങ്ങളുടെ വലിയ കൂന മാത്രമേ ഉള്ളൂ. ഈശോ ഉച്ചത്തിൽ വിളിച്ചു, സ്ത്രീയെ, നിങ്ങൾ കുട്ടികളുമായി ഇങ്ങു വരൂ. ദാരിദ്ര്യം കൊണ്ട് ഉണങ്ങി വരേണ്ട ഒരു സ്ത്രീ മുമ്പോട്ട് വന്നു. അവൾ ഈശോയുടെ മുമ്പിൽ തലകുനിച്ചു നിന്നു. കോഴിക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഒരു പിടക്കോഴിയെപ്പോലെ വിഷാദമഗ്നയായി അവൾ നിന്നു. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായി? അടുത്ത തൃശ്ശിമാസത്തിലെ വെളുത്ത വാവിന് 3 മാസമാകും. നിങ്ങൾക്ക് എത്ര വയസ്സായി? 27. ഈ കുട്ടികളെല്ലാം നിങ്ങളുടേതാണോ? ഗുരു, അതെ, എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം തീർന്നു. ആരും എനിക്ക് പണി തരുന്നില്ല. ഇത്രയും കൊച്ചു കുട്ടികളുള്ള എന്നെ ആരും പണിക്ക് നിർത്തില്ല. ഒരു ചെറിയ കീടത്തെ പോലും ദൈവം ഉപേക്ഷിക്കില്ല. സ്ത്രീയെ, നിന്നെയും ഉപേക്ഷിക്കില്ല. നീ എവിടെയാണ് താമസിക്കുന്നത്? തടാകത്തിൻ്റെ തീരത്ത്, ബെത്സൈദയിൽ നിന്ന് 3 മൈൽ അകലെ. അയാൾ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു മുക്കുവനായിരുന്നു. കായലിൽ വച്ചാണ് മരിച്ചത്. ആൻഡ്രുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവൾ സംസാരിച്ചത്. ആൻഡ്രു ആകട്ടെ എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുന്നു. അവന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നി. ആൻഡ്രു ആ സ്ത്രീയോട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് നന്നായി. ആൻഡ്രു ഇത് കേട്ട് ഇത്രയും പറയാൻ ധൈര്യപ്പെട്ടു. അവളുടെ ഭർത്താവ് എൻ്റെ കൂട്ടുകാരനായിരുന്നു. നല്ല മനുഷ്യൻ. ഒരു കൊടുങ്കാറ്റിൽ മരിച്ചു. വള്ളവും നഷ്ടമായി. സ്ത്രീയെ, ഇതെടുത്തുകൊള്ളൂ. കുറേ നാളത്തേക്ക് ഇതുകൊണ്ട് കഴിയാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു സൂര്യൻ ഉദിക്കും. നല്ലവളായിരിക്കൂ. നിങ്ങളുടെ കുട്ടികളെ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായി വളർത്തൂ. അപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കില്ല.
ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും അനുഗ്രഹിക്കുന്നു. ഈശോ കുട്ടികൾ ഓരോരുത്തരെയും സ്നേഹത്തോടും സഹതാപത്തോടും തൊട്ട് തലോടുന്നു. തനിക്ക് കിട്ടിയ നിധി മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പോകുന്നു. ഇനി എനിക്കെന്തു തരും? ഏറ്റവും അവസാനം വന്ന വൃദ്ധൻ ചോദിച്ചു. ഈശോ അയാളെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നുമില്ലേ? അങ്ങ് കാട്ടുന്നത് നീതിയല്ല. ആ സ്ത്രീക്ക് മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ 6 ഇരട്ടി കൊടുത്തു. എനിക്ക് യാതൊന്നും തന്നില്ല. അവളൊരു സ്ത്രീയാണല്ലോ. ഈശോ അയാളെ സൂക്ഷിച്ചു നോക്കുന്നു, പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ഈ കാണിച്ചത് നീതിയാണോ? ഞാൻ വളരെ അകലെ നിന്നാണ് വന്നത്. ഇവിടെ പാവങ്ങൾക്ക് പണം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടാണ് വന്നത്. ഇപ്പോഴാകട്ടെ എനിക്ക് ഒന്നും കിട്ടിയുമില്ല. ഞാൻ ദരിദ്രനാണ്, വൃദ്ധനാണ്, രോഗിയാണ്. അദ്ദേഹം പറയുന്നു നമ്മൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്ന്. എടോ വയസ്സാ, ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ തനിക്ക് നാണമില്ലേ? നിന്റെ തൊട്ടു പിറകിൽ മരണം നിൽക്കുന്നു. എന്നിട്ടും നുണ പറഞ്ഞ് വിശക്കുന്നവർക്ക് കൊടുക്കേണ്ടത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നോ? നീതിപൂർവ്വം വിതരണം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച തുകകൾ നിന്റെ സഹോദരന്മാരിൽ നിന്ന് കവർന്നെടുക്കാൻ നീ ശ്രമിക്കുന്നതെന്തുകൊണ്ട്? ഞാൻ മിണ്ടാതിരിക്കൂ. ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾ എൻ്റെ മൗനത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളെ ബഹുജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കണോ? ഞാൻ പാവപ്പെട്ടവനാണ്. അല്ല, നിങ്ങൾ ലുബ്ധനാണ്, കള്ളനാണ്. നിങ്ങൾ ജീവിക്കുന്നത് പണത്തിനും കൊള്ളപ്പലിശയ്ക്കും വേണ്ടിയാണ്. ഞാൻ ഒരിക്കലും പണം പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, ദൈവം സാക്ഷി. നിങ്ങൾ ഈ കാണിച്ചത് കൊള്ളപ്പലിശ വാങ്ങലല്ലാതെ മറ്റെന്താണ്? ഒന്നുമില്ലാത്തവർക്ക് കിട്ടേണ്ടത് പിടിച്ചു പറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. പോയി അനുതപിക്കൂ. ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ഞാൻ ദൈവം സാക്ഷിയായി പറയുന്നു. മിണ്ടാതിരിക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ കള്ളസത്യം ചെയ്യരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യത്തോട് ഞാൻ ബഹുമാനം കാട്ടിയിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ദേഹം പരിശോധിച്ചേനെ. നിങ്ങളുടെ ദേഹത്തു നിന്ന് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച പണസഞ്ചി ഞാൻ കണ്ടെടുക്കുമായിരുന്നു. സ്വർണമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരേ ഒരു വസ്തു. ഇവിടെ നിന്ന് പോകൂ. തൻ്റെ കള്ളി പുറത്തായി എന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ ഉടനെ സ്ഥലം വിട്ടു. ഈശോയുടെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കേണ്ടി വന്നില്ല. ജനക്കൂട്ടം അയാളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കള്ളൻ എന്ന് വിളിച്ച് അവർ അയാളെ കളിയാക്കി. നിശബ്ദരായിരിക്കൂ. അയാൾ ചെയ്തത് തെറ്റായിരിക്കാം. നിങ്ങളും അത് തന്നെ ചെയ്യാതെ സൂക്ഷിക്കുക. അയാൾക്ക് ആത്മാർത്ഥത ഇല്ല. അയാൾ സത്യസന്ധനല്ല. നിങ്ങൾ അയാളെ പരിഹസിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തി പരസ്നേഹം ഇല്ലായ്മയെയാണ് കാണിക്കുക. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ അയാളെ പരിഹസിക്കുകയല്ല വേണ്ടത്. എല്ലാവരും പാപം ചെയ്യും. ദൈവമല്ലാതെ ആരും പരിപൂർണരല്ല. ആരും മോഷ്ടിക്കരുത്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരിൽ നിന്ന്. അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അയാളുടെ മുഖം മൂടി മാറ്റിക്കാട്ടിയത്. അങ്ങനെ ചെയ്തത് എന്നെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് പിതാവിന് മാത്രമേ അറിയാവൂ. സാധുക്കളെയും വിധവകളെയും ചതിക്കരുത് എന്ന് അനുശാസിക്കുന്ന നിയമം ഇസ്രായേലിൽ ഒരു മനുഷ്യൻ ലംഘിക്കുന്നത് കണ്ട് നിങ്ങളും ദുഃഖിക്കണം. അത്യാഗ്രഹം അരുത്. പണമല്ല, നിങ്ങളുടെ ആത്മാക്കളാണ് നിങ്ങളുടെ നിധി എന്ന് മനസ്സിലാക്കണം. ദൈവത്തെ സാക്ഷി നിർത്തി നുണ പറയരുത്. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികൾ പോലെ തന്നെ ആത്മാർത്ഥവും സത്യസന്ധവും ആയിരിക്കട്ടെ. ഈ ജീവിതം അനശ്വരമല്ല. നിങ്ങൾ ഒരു ദിവസം മരിക്കും. മരണദിവസം നിങ്ങളുടെ ആത്മാവിൽ സമാധാനം അനുഭവപ്പെടത്തക്ക രീതിയിൽ ജീവിക്കുക. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന സമാധാനം. നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളൂ. കർത്താവെ, കരുണ കാട്ടണമേ. എൻ്റെ ഈ മകന് ചെവി കേട്ടുകൂടാ. ഒരു പിശാച് അവനെ ബാധിച്ചിരിക്കുന്നു. എൻ്റെ ഈ സഹോദരൻ ഒരു വൃത്തികെട്ട ജന്തുവിനെ പോലെയാണ്. അവൻ ചെളിയിൽ കിടന്നുരുളുകയും അമേദ്യം ഭക്ഷിക്കുകയും ചെയ്യുന്നു. ക്രൂരനായ ഒരു ദുഷ്ടാരൂപിയാണ് ഇവനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. സ്വമനസാലെ അല്ല ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്.
സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈശോ ചെല്ലുന്നു. കൈ ഉയർത്തി ഈശോ ആജ്ഞാപിക്കുന്നു, ഇവരിൽ നിന്നും പുറത്തു വരിക, ദൈവത്തിൻ്റെ സൃഷ്ടികളെ ദൈവത്തിനായി വിട്ടേക്കുക. അട്ടഹാസത്തോടും അലർച്ചയോടും ആ രണ്ടാളുകളും സുഖം പ്രാപിക്കുന്നു. സ്ത്രീകൾ അവരെ കൊണ്ടുവന്ന് മുട്ടയിൽ നിർത്തുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിൽ പൊയ്ക്കൊള്ളൂ, ദൈവത്തിന് നന്ദി പറയൂ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം, പൊയ്ക്കൊള്ളൂ. ജനക്കൂട്ടം അന്ന് സംഭവിച്ചതിനെപ്പറ്റി എല്ലാം ഓരോന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി. ശിഷ്യന്മാർ 4 പേരും ഈശോയുടെ ചുറ്റും കൂടി. ചങ്ങാതിമാരെ, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ എല്ലാത്തരം പാപങ്ങളും ഉണ്ട്. പിശാചുകൾ ഇസ്രായേലിനെ തങ്ങളുടെ ആവാസസ്ഥലമാക്കി. മൂകരും ജന്തുക്കളെപ്പോലെ ജീവിക്കുന്നവരും അമേദ്യം ഭക്ഷിക്കുന്നവരും മാത്രമല്ല പിശാചു ബാധിതർ. സത്യസന്ധതയും സ്നേഹവും ഇല്ലാത്ത ഹൃദയങ്ങളാണ് പിശാചു ബാധയുടെ ലക്ഷണം. അങ്ങനെയുള്ളവർ ഏറെയുണ്ട്. അവരുടെ ഹൃദയങ്ങൾ എല്ലാത്തരം പാപങ്ങളുടെയും ചെളിക്കുണ്ടാണ്. ദൈവമേ, ഈശോ പരിക്ഷീണനായി ഇരിക്കുന്നു. ഗുരു, അങ്ങ് തളർന്നുവോ? പ്രിയപ്പെട്ട ജോൺ, തളർന്നിട്ടില്ല. മനുഷ്യഹൃദയങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ, നന്നാകാനുള്ള അവരുടെ വൈമുഖ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിടിയുന്നു. ഞാൻ വന്നു, പക്ഷേ മനുഷ്യർ പിതാവേ. ഗുരു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളെല്ലാം അങ്ങയെ സ്നേഹിക്കുന്നു. അതെനിക്കറിയാം. പക്ഷേ നിങ്ങൾ വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ. മനുഷ്യരെ രക്ഷിക്കാനുള്ള എൻ്റെ ഉത്സാഹം എത്രയോ വലുതാണ്. ഈശോ ജോണിനെ ആശ്ലേഷിക്കുന്നു. ഈശോയുടെ തല ശിഷ്യൻ്റെ തലയിൽ വിശ്രമിക്കുന്നു. ഈശോയുടെ മുഖത്ത് വിഷാദമാണ്. പത്രോസ്, ആൻഡ്രൂ, ജെയിംസ്, ഈ 3 പേരും ഈശോയുടെ അടുത്ത് നിൽപ്പുണ്ട്. അവർ സ്നേഹത്തോടും വ്യസനത്തോടും ഈശോയെ നോക്കുന്നു. ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു.